10,000-ലധികം അമേരിക്കൻ സൈനികരും 12 യുദ്ധക്കപ്പലുകളും 100ഓളം യുദ്ധവിമാനങ്ങളും ഹോർമൂസ് കടലിടുക്കിനോട് അതിൻ്റെ ചേർന്ന് നിന്നുകൊണ്ട് ഉപരോധം സൃഷ്ടിക്കുന്ന പരിപാടി ആരംഭിച്ച് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് 6 കപ്പലുകൾ വിരട്ടിയോടിച്ച US സൈന്യത്തെ വെട്ടിച്ചുകൊണ്ട് 2 ഇറാനിയൻ കപ്പലുകൾ ഇറാൻ്റെ തുറമുഖത്ത് നിന്ന് സാധനങ്ങളുമായി പുറത്തു കടന്നു എന്ന റിപ്പോർട്ട് വരുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ല തീരുമാനം അറിയാൻ വേണ്ടിയുള്ള പുതിയൊരു ചർച്ച ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്ന മട്ടിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് സൂചന നൽകിയിരിക്കുന്ന ദിവസമാണ് ഇന്ന് ഏപ്രിൽ 14 ചൊവ്വാഴ്ച. സമാധാന ചർച്ചകൾ അടഞ്ഞ അധ്യായമാണോ, ഇനി എന്തെങ്കിലും നടക്കുമോ എന്ന് ന്യൂയോർക്ക് പോസ്റ്റിൻ്റെ റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ നിങ്ങളുടെ സൈന്യം, അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്, നിങ്ങളുടെ ആളുകളെല്ലാം പാകിസ്ഥാനിൽ തന്നെ നിലകൊള്ളൂ, ഇസ്ലാമാബാദിൽ തുടരൂ, 2 ദിവസത്തിനകം തുടർ ചർച്ചകൾ ഉണ്ടായേക്കാൻ സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് അവരെ സമാശ്വസിപ്പിക്കുന്ന രംഗമാണ് ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ അസിം മുനീറിനെ കുറിച്ച് അദ്ദേഹം നല്ലവനാണെന്നും നമുക്ക് വേണ്ടി നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടെന്നും ട്രംപ് പറയുക കൂടി ചെയ്തിരിക്കുന്നു. ഇതിനിടെ പാകിസ്ഥാനിൽ നിന്ന് ഈ സംഭാഷണ വേദി മാറ്റി യൂറോപ്പിലെ ഒരു സ്ഥലത്തെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം പല ആളുകളും പറയുകയും ജനീവയിൽ ചർച്ച നടത്തിക്കൂടെന്ന് ചോദിച്ചപ്പോൾ ജനീവ നല്ലതല്ല, ഒന്നും ഈ യുദ്ധത്തിന് വേണ്ടി ചെയ്യാത്തൊരു രാജ്യത്ത് പോയി ചർച്ച നടത്തുന്നത് തന്നെ ശരിയല്ല എന്ന് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ 40 വർഷത്തിനിടയിലെ ആദ്യത്തെ സംഭവം എന്ന് പറയാവുന്ന വിധത്തിൽ ഇസ്രയേലിൻ്റെയും ലെബനോൻ്റെയും ഉന്നത വൃത്തങ്ങൾ നേർക്കുനേർ അല്പം മുമ്പ് അമേരിക്കയുടെ വാഷിങ്ടണിൽ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അവരോടൊപ്പം ചേർന്നുകൊണ്ട് എങ്ങനെ വെടിനിർത്തലിലേക്ക് പോകാം, യുദ്ധം അവസാനിപ്പിക്കാം, ആക്രമണം ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്ന റിപ്പോർട്ടും ഇപ്പോൾ വരികയാണ്. ആദ്യ റൗണ്ട് വിജയകരമാണ് എന്ന് മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് പുറത്തു വന്നതായും അറിയിപ്പിൽ പറയുകയാണ്. ഇതിനിടെ സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം ഇന്ന് നടന്ന ലോകം അറിയണം. ഇറ്റലിയും ഇസ്രയേലും തമ്മിൽ ഉണ്ടാക്കിയിരുന്ന അതിവിപുലമായ ദീർഘമായ പ്രതിരോധ സഹകരണ കരാർ റദ്ദാക്കിക്കൊണ്ട് ഇറ്റലി പ്രഖ്യാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു. ലെബനോനെ ഇങ്ങനെ ആക്രമിക്കുന്ന ഇസ്രയേലിൻ്റെ സമീപനങ്ങളെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിധീരമായ നിലപാട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുന്ന വിധത്തിൽ ഇറ്റലി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ആ കരാറിന് വേണ്ട 20 വർഷത്തേക്ക് ഒപ്പിട്ട ആ കരാർ തൽക്കാലം മരവിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് ട്രംപിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വളരെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. അതിന് കാരണം ഇത്രകാലം കൂടെ നിന്ന ബ്രിട്ടനെ UK-യെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ട്രോൾ പോലത്തെ ഒരു പോസ്റ്റാണ്. നിങ്ങൾ എണ്ണയ്ക്ക് വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടു, നിങ്ങൾ കുഴിച്ചെടുക്കൂ, നോർത്ത് സീ ഓയിലിലെ എണ്ണ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ കുഴിച്ചെടുക്കൂ, അതേ എണ്ണയല്ലേ നോർവേ നിങ്ങൾക്ക് തന്നിട്ട് ഇരട്ടിക്കാശ് വാങ്ങുന്നത്, നിങ്ങളിങ്ങനെ ഇരിക്കാതെ കുഴിച്ചെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് UK അല്പം പരിഹസിക്കുന്ന മട്ടിൽ സോഷ്യൽ മീഡിയയിൽ ട്രംപ് കുറിച്ച വാചകങ്ങൾ ലോകമെമ്പാടും ചർച്ചയായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആക്രമണത്തെ, പ്രത്യേകിച്ച് സൈന്യത്തെ വിട്ടുകൊടുത്തുകൊണ്ട് ഹോർമൂസിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടാക്കണമെന്ന ട്രംപിൻ്റെ അഭ്യർത്ഥന UK തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ UK-ക്ക് മേൽ നടത്തിയിരിക്കുന്ന ഉപദേശം പരിഹാസം നിറഞ്ഞതാണെന്ന് മാധ്യമങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസം ഇന്നുണ്ടായത് അമേരിക്കയുടെ പ്രസിഡന്റ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇങ്ങോട്ട് ഫോണിൽ വിളിച്ചു എന്ന് നരേന്ദ്രമോദി തന്നെ ട്വിറ്ററിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക, ഇരു രാജ്യങ്ങളുടെയും പരസ്പരമുള്ള പ്രതിജ്ഞാബദ്ധത പുതുക്കുക, ഒപ്പം മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങൾ കൂടി ചർച്ച ചെയ്തു എന്നാണ് നരേന്ദ്രമോദിയുടെ പോസ്റ്റിൽ പറയുന്നത്. അതിങ്ങനെയാണ്: ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി തുറന്നു കിട്ടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മോദി ട്രംപിനെ ബോധ്യപ്പെടുത്തി എന്നും ആ പോസ്റ്റിലുണ്ട്. ഇന്ന് ഇസ്ലാമാബാദിൽ വളരെ നിർണായകമായ ഒരു ചർച്ച നടന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. പാകിസ്ഥാൻ്റെയും തുർക്കിയുടെയും ഈജിപ്തിൻ്റെയും സൗദി അറേബ്യയുടെയും ഉന്നതാധികാര സമിതികളെന്ന് പറയാവുന്ന വിധത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇസ്ലാമാബാദിൽ ഈ വിഷയം ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഏപ്രിൽ 17 തുർക്കിയിൽ വെച്ച് ഈ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ മിഡിൽ ഈസ്റ്റ് വിഷയത്തിൽ നിർണായകമായ ഒരു ചർച്ച കൂടി നടത്താനുണ്ട് എന്നും പറയുകയാണ്. ഒരുപക്ഷെ ഈ ചർച്ചയെ മുൻനിർത്തിയാണോ 2 ദിവസം കൂടി കാത്തിരിക്കൂ, മിക്കവാറും അമേരിക്ക വീണ്ടും പാകിസ്ഥാനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന സൂചനയുമായി ട്രംപ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 17 ചർച്ച നിർണായകമായി മാറും എന്നൊരു സൂചനയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചില അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചാൽ ഇനിയിപ്പോൾ പ്രശ്നം അവസാനിക്കാൻ ഒരൊറ്റ കടമ്പ മാത്രമാണ് ബാക്കി. ഇറാൻ്റെ ആണവായുധ സംസ്കരണ പരിപാടി ഉണ്ടല്ലോ, അത്
5 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാം എന്ന രൂപത്തിൽ ഇറാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്രേ. എന്നാൽ അമേരിക്ക പറയുന്നത് 20 വർഷത്തേക്കെങ്കിലും അത് മരവിപ്പിക്കണമെന്നാണ്. ഈ ഒരൊറ്റ കാര്യത്തിലാണ് തർക്കം ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് ഈ സംഭാഷണവുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥർ പുറത്തു പറഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നേരത്തെ പ്രഖ്യാപിച്ച വെടിനിർത്തൽ അവസാനിക്കാൻ വേണ്ടി ഇനി ഒരാഴ്ച കൂടി ബാക്കിയുണ്ട്. വരുന്ന 7 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഈ വിഷയത്തിൽ എടുക്കണമല്ലോ. അതിനുവേണ്ടി എല്ലാവരും ഓടുന്നതിൻ്റെ കാരണം എന്താ? 2 കൂട്ടരും അല്ലെങ്കിൽ 3 കൂട്ടരും അതല്ലെങ്കിൽ 4 കൂട്ടരും ഇപ്പോൾ മടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആരൊക്കെ യുദ്ധം ആരംഭിച്ചോ, ആരൊക്കെ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളിൽ പെട്ടോ, ആരൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളുടെ വ്യാപ്തി അനുഭവിക്കുന്നോ, അതൊന്നുമല്ലാതെ കണ്ട് ഈ യുദ്ധത്തിനിടയിൽ നേട്ടം കൈവരിക്കുന്ന കുറേ രാജ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ സപ്പോർട്ട് നൽകിക്കൊണ്ട്, ആയുധങ്ങൾ നൽകിക്കൊണ്ട്, എണ്ണ ഊറ്റിക്കൊണ്ട്. എണ്ണ പ്രത്യേകിച്ചും ഇറാൻ്റെ ബോർഡർ എന്ന് വെച്ചാൽ പാകിസ്ഥാനുമായിട്ട് 900-ലധികം കിലോമീറ്ററാണ്. ഒരു 8-10 വലിയ സിറ്റികൾ ആ ബോർഡറിലുണ്ട്. അതുവഴിയൊക്കെ പാകിസ്ഥാനിലേക്ക് സ്മഗ്ലിംഗ് ഇനത്തിൽ എണ്ണ കൊണ്ടുപോകുന്ന പരിപാടി വളരെ സജീവമായി നടക്കുമ്പോൾ അത്തരം ആളുകൾക്ക് ഈ യുദ്ധം തുറന്നുകൊണ്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ശീതയുദ്ധകാലത്ത് 2 രാജ്യങ്ങൾ തമ്മിൽ ശക്തമായ പ്രശ്നങ്ങൾ നിലനിന്ന കാലത്ത് എന്തായിരുന്നോ സാഹചര്യം, പരസ്പര വൈരം, അതൊക്കെ മറന്നുകൊണ്ട് ഒരു കക്ഷിയുടെ എണ്ണ വിൽക്കാൻ വേണ്ടി അവസരം കൊടുത്ത മറുകക്ഷി ഇപ്പോൾ ഇതാ റഷ്യ നേടിയിരിക്കുന്നത് കോടിക്കണക്കിന് ഡോളറിൻ്റെ സ്വത്താണ് എണ്ണ വിൽക്കാനുള്ള അവസരം കിട്ടിയതിലൂടെ. അപ്പോൾ ശത്രുവിന് വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു സമീപനം കൂടി ഈ യുദ്ധത്തിൻ്റെ വരികൾക്കിടയിൽ വന്നിരിക്കുകയാണ്. ടാക്സിൻ്റെ പേരിൽ അമേരിക്കയും ചൈനയും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. അങ്ങനെ പ്രശ്നങ്ങൾ നേരിട്ട ചൈനയ്ക്ക് മേൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അവസരം, അവിടെ നിന്ന് ആയുധങ്ങളും അതിൻ്റെ ടെക്നോളജിയും എല്ലാം ഇറാനിലേക്ക് കൊണ്ടുപോകാനുള്ള പല ചാനലുകൾ തുറന്നിട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ചൈന അതിൻ്റെയും കാശുണ്ടാക്കുന്നു. ഭാവിയിൽ ഇറാൻ്റെ എണ്ണ കൂടുതലായിട്ട് ചൈനയ്ക്ക് എടുക്കാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നതുകൂടി ഈ യുദ്ധത്തിൽ നമ്മൾ വായിക്കേണ്ടതുണ്ട്. ലാഭം നേടുന്നവർ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നഷ്ടം നേടുന്നവരും ദുരിതം മാത്രം അവസാനം കിട്ടുന്നവരും ആരൊക്കെയാണെന്ന് ചിന്തിക്കുമ്പോൾ യൂറോപ്പിന് കനത്ത അടി കിട്ടിയിരിക്കുകയാണ്. എണ്ണ കിട്ടാനില്ലാത്തൊരു സാഹചര്യം, റഷ്യയുടെ മുന്നിൽ പോയി നിന്നിട്ട് എണ്ണ തരുമെന്ന് പറയേണ്ടുന്നൊരു സാഹചര്യം, അമേരിക്കൻ ജനത ഗ്യാസിന് വില കൂട്ടിയതിൻ്റെയും എണ്ണ കിട്ടാനില്ലാത്തതിൻ്റെയും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത്, തൊഴിൽ നഷ്ടത്തിൻ്റെ കണക്കുകൾ വരുന്നത്, IMFൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും റിപ്പോർട്ട് അനുസരിച്ച് 2026 വളരെ ദോഷം നിറഞ്ഞ വർഷമായിരിക്കുമെന്ന പ്രവചനം വന്നിരിക്കുന്നത്, വിശാലമായി മിഡിൽ ഈസ്റ്റിലെ മിക്ക രാജ്യങ്ങളിലും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ പല വിധത്തിൽ പല അളവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ ഒരുപാട് പേർക്ക് നഷ്ടങ്ങൾ കൂടി സംഭവിച്ചിരിക്കുകയാണ്. പക്ഷേ വിചാരിച്ചിരുന്ന കേന്ദ്രങ്ങളിലല്ല നഷ്ടം എന്നതാണ് മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നത്. ഇതിനിടയിൽ ആഫ്രിക്കൻ പര്യടനം നടത്തുന്ന മാർപ്പാപ്പ നല്ല കവിത ഇറ്റുന്ന വാക്കുകളിലൂടെ ചില കാര്യങ്ങൾ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ കൊള്ളുന്നത് കുറിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ യുദ്ധവും ആക്രമണങ്ങളും അനീതിയും കള്ളത്തരം പറയുന്നതുമൊക്കെ കണ്ടും കേട്ടും ദൈവത്തിൻ്റെ ഹൃദയം തകർന്നിരിക്കുന്നു എന്നാണ് മാർപ്പാപ്പ എഴുതുന്നത്. ഒരു കാര്യം ഓർക്കണം, ക്രൂരന്മാരും ധിക്കാരികളുമായ ആളുകളുടെ കൂടെ ദൈവമുണ്ടാകില്ല എന്ന കാര്യം മനസ്സിലാക്കണമെന്നും മാർപ്പാപ്പ എഴുതുകയാണ്. ദൈവം കെട്ടിയുയർത്തുന്ന സാമ്രാജ്യം സ്നേഹത്തിനും സമാധാനത്തിനും വേണ്ടി മാത്രമാണെന്നത് എല്ലാവരും ഓർമ്മിച്ചിരിക്കണമെന്നും മാർപ്പാപ്പ കുറിക്കുകയാണ്. അഹമ്മദ് അൽ ഹമിദാനി അറിയാമോ? ഇറാഖിലെ ഹിസ്ബുള്ള നേതാവാണ്. ഇറാഖിലെ അദ്ദേഹത്തിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ പറഞ്ഞു കൊടുക്കുന്നവർക്ക് അമേരിക്ക $10 മില്യൺ ഇനാം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യുദ്ധം ഇങ്ങനെ 46 ദിവസം കഴിഞ്ഞു പോകുമ്പോൾ UAE നമ്മുടെ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോൾ സ്കൂളുകളുടെ കാര്യത്തെക്കുറിച്ച് ഇന്ന് വന്നിരിക്കുന്നൊരു സൂചന, എപ്പോഴാണ് ഇൻ പേഴ്സൺ ക്ലാസ്സുകൾ, നമ്മുടെ സാധാരണ വിധത്തിലുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുക, അത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കുമെന്ന സൂചന നഴ്സറി ക്ലാസ്സിലെ കുട്ടികൾക്കെങ്കിലും ബാധകമായിരിക്കുമെന്ന സൂചന പുറത്തു വരികയാണ്. നാളെ വിഷു ദിവസമായ ഏപ്രിൽ 15 ഔപചാരികമായി സ്കൂൾ തുറക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മിക്കവാറും ഈ ഓരോ ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് സുരക്ഷിതമായ സ്ഥലങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് കൊച്ചു കുട്ടികളുടെ സൗകര്യമൊക്കെ മാനിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും നഴ്സറി ക്ലാസ്സുകൾ തുടക്കം കുറിക്കുക എന്ന കാര്യം ഒരു സൂചനയായി വന്നിട്ടുണ്ട്. നാളെ അറിയാം ബാക്കി കാര്യം. അതുപോലെ മുതിർന്ന കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എപ്പോൾ തുറക്കുമെന്നുള്ള കാര്യവും ഏപ്രിൽ 15 ബുധനാഴ്ച അറിയാം എന്ന സൂചനയാണ് ഇന്ന് വന്നിരിക്കുന്നത്.
Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature, Abu Shagara, Sharjah.